SHO, RMO ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ്. ഒരു സമരം ചെയ്തതിനാണ് ഈ കാണിക്കുന്നത്. എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ. എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ്. ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്ന 4 പേരെ കത്തിച്ചളഞ്ഞ ആളാണ് ഇവര്. ട്രാൻസ്പോർട്ട് ബസ്സിലുണ്ടായിരുന്ന 4 പേരെ ബസ്സിന് തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണ് ഇവർ. അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത്. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല. ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെ ഞങ്ങളുണ്ടാവും. നിയമപരമായ നടപടികളുമായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളത് സംസാരിച്ചത്? ആ സ്ഥാനത്തിനെയാണ് ഇതിന്റെ വിലയാണ് കുറച്ചു കളഞ്ഞത്. അത് ഇരിക്കുന്ന സ്ഥാനത്തിനൊരു മഹത്വം ഉണ്ടല്ലോ. CPM പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം കിട വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ അതല്ല. ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കായിരുന്നിട്ടാണ്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറവും ഇപ്പുറവും നടക്കുകയാണ്. അകത്തു പോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി ഇടത്തും വലത്തും ഭാഗത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുപോലെ പോലീസ് ജീപ്പ് തല്ലി തകർത്തു DYFI നേതാവ് ചാലക്കുടിയിൽ. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറിയെ നടപടിയെടുത്തില്ല. SFI സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറി നിന്നിട്ട് ഇതിന്റെ മോളിൽ കയറി നിന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകടാന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി. അവനെയാണ് ലാളിച്ച് മോനെ കുട്ടാന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത്, പാൽക്കുപ്പിയും കൊടുത്ത്. ഇതാണ് സമീപനം. അല്ല, നിയമപരമായ നടപടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ്. കലാപാഹ്വാനമാണ് നടത്തിയത്. വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിന്റെ തുടർച്ചയാണിതെല്ലാം. ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയുക, ഒരു സംശയം വേണ്ട. അല്ല, നിയമത്തിനല്ലല്ലോ കുഴപ്പം. നിയമം പൊതുമുതൽ നശിപ്പിച്ച് കളഞ്ഞ കേസെടുക്കണം, ആരായാലും കേസെടുക്കണം. അത് മാത്രമല്ല, സെക്ഷൻ 333 എടുത്തിരിക്കുകയാണ്. നേരിട്ട് ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് 10 കൊല്ലം ശിക്ഷ കിട്ടുന്ന കേസ് വരെ എടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട്. ഞങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതൊരു പതിവില്ലാത്ത രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്പീക്കർക്കും പാർലമെന്ററി കാര്യ മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. അവരത് പരിശോധിക്കട്ടെ.